നമസ്കാരം. നമ്മുടെ +2 ബോട്ടണി പ്രാക്ടിക്കൽ എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നും അതെങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനാട്ടമി പാർട്ടിൽ നിന്നാണ്. അപ്പോൾ സെക്ഷൻസ് എടുക്കാനാണ് ഉള്ളത്. അപ്പോൾ അതാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വർക്കൗട്ട് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനാട്ടമി പാർട്ടാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പം സ്പെസിമെൻ എ എന്ന് പറയുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എക്സാമിന് നമ്മൾ ബാച്ചായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുക. സോ ഓരോ ബാച്ചിനും ഓരോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽ എന്താ? നമുക്ക് മെയിനായിട്ട് 3 മെറ്റീരിയൽസ് ആണുള്ളത്: ഡൈക്കോട്ട് സ്റ്റെമ്മ്, മോണോക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് സ്റ്റെം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഡൈക്കോട്ട് സ്റ്റെം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡൈക്കോട്ട് സ്റ്റെമ്മ് സെക്ഷൻ എടുത്ത് സ്ലൈഡിൽ മൗണ്ട് ചെയ്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് എക്സാമിനർ വിളിച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻലി ഇവിടെ 2 മെറ്റീരിയൽസ് ആണ്. ഞാനിവിടെ ഡൈക്കോട്ട് സ്റ്റെം എടുത്തിട്ടുണ്ട്, അതേപോലെ മോണോക്കോട്ട് റൂട്ടും ഉണ്ട്. പിന്നെ നമുക്ക് മോണോക്കോട്ട് സ്റ്റെം എന്ന് പറയുന്നത് ഗ്രാസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമ്മൾ യൂപ്പറ്റോറിയം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റ് പച്ച യൂപ്പറ്റോറിയം, ഇതാണ് സെക്ഷൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അതല്ലാതെ നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ സെൻഡല്ല ചെയ്യാറുണ്ട്. ഇനി കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു നമുക്ക് സെക്ഷൻസ് ക്ലിയർ ആയിട്ട് കിട്ടുന്നത് യൂപ്പറ്റോറിയ ആയിരിക്കും. അപ്പോൾ യൂപ്പറ്റോറിയത്തിൽ എങ്ങനെ സെക്ഷൻ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെക്ഷൻ എടുക്കുമ്പോൾ ആദ്യം ഇതേപോലെ നിങ്ങൾക്ക് എക്സാമിന് മെറ്റീരിയൽ തരും. ഇനി ഈ മെറ്റീരിയൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഐ ലെവലിന് പിടിക്കണം. ഓക്കെ, ദെൻ തിന്നായിട്ടുള്ള സെക്ഷൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് തിൻ സെക്ഷൻസ് നിങ്ങൾ ബ്ലേഡ് ഉപയോഗിച്ച് നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് യൂസ് ചെയ്ത് തിൻ സെക്ഷൻസ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ അതിൻ്റെ അപ്പർ പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് ലീവ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾ സെക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒബ്ലിക്കായി പോകരുത് സെക്ഷൻ. അതായത് നമ്മൾ ചെരിഞ്ഞ് കട്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ സെല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് ചെത്തിയ പോലെയുള്ള പാട് നിങ്ങൾക്ക് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും. കുറച്ച് നല്ല ഫാസ്റ്റായിട്ട് സെക്ഷൻസ് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ബ്ലേഡിൽ ഇതേപോലെ സെക്ഷൻസ് കട്ട് ചെയ്ത് കുറേ നേരം കീപ്പ് ചെയ്യാൻ പാടില്ല. അപ്പം തന്നെ അത് വെള്ളത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നേരം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല തിന്നായിട്ടുള്ള സെക്ഷൻസ് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് സ്റ്റെയിൻ എടുത്ത് വെക്കുക. സ്റ്റെയിൻ എന്ന് പറയുന്നത് സാഫ്രനിൻ എന്ന് പറയുന്ന സ്റ്റെയിനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ സെക്ഷൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പെട്രി ഡിഷിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ബ്രഷ് ഉപയോഗിച്ച് തിന്നായിട്ടുള്ള സെക്ഷൻസ് എടുക്കുക. അപ്പോൾ ഈ ബ്രഷ് ഉപയോഗിച്ച് സെക്ഷൻ എടുക്കുന്ന സമയത്ത് ആ ബ്രഷിലേക്ക് സെക്ഷൻ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് തിൻ സെക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനുശേഷം അത് നമ്മൾ വാച്ച് ഗ്ലാസ്സിലെ സ്റ്റെയിനിലേക്ക് മാറ്റും. അപ്പോൾ സ്റ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ നേരം സ്റ്റെയിനിൽ ഇങ്ങനെ സെക്ഷൻ കീപ്പ് ചെയ്യാൻ പാടില്ല. അപ്പം ഒരുപാട് സ്റ്റെയിൻ അധികമായി പോവും. അപ്പം അങ്ങനെ ഡീപ്പ് സ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് നേരം മാത്രമേ സ്റ്റെയിനിൽ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. അത് ഡൈല്യൂട്ടഡ് ആണോ എന്ന് നോക്കുക. സ്റ്റെയിൻ ഡൈല്യൂട്ടഡ് അല്ലെങ്കിൽ ലേശം വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം സ്റ്റെയിനിലിട്ട് വെക്കുക. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് മൗണ്ടിങ് ആണ്. സ്ലൈഡിൽ ഈ സെക്ഷൻസ് മൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോർഷൻ. അപ്പോൾ സ്ലൈഡ് എടുത്തതിന് ശേഷം നമ്മൾ ഒരു ഡ്രോപ്പ് ഗ്ലിസറിൻ സ്ലൈഡിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ആഡ് ചെയ്യുക. ഒരു ഡ്രോപ്പ് മതി. ഇനി അതിന് ശേഷം നമ്മൾ സ്ലൈഡ് ഇവിടെ വെച്ചു. നമ്മുടെ സ്റ്റെയിൻ ചെയ്ത സെക്ഷൻ നമ്മൾ സ്ലൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ആ ഗ്ലിസറിനിലേക്കാണ് വെക്കേണ്ടത്. ഗ്ലിസറിനിൽ എടുത്തു വെച്ചു. ഓക്കെ, ദെൻ
ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കവർ സ്ലിപ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ, കവർ സ്ലിപ്പ് എന്ന് പറയുന്നത് ഇതാണ് കവർ സ്ലിപ്പ്. അപ്പോൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ സെക്ഷൻ്റെ മുകളിലേക്ക് കവർ സ്ലിപ്പ് വെക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കവർ സ്ലിപ്പ് ഇതിൽ സെക്ഷൻ്റെ മുകളിലേക്ക് ഇടുന്ന സമയത്ത് എയർ ബബിൾസ് ഇതിൽ ട്രാപ്പ് ചെയ്യാൻ പാടില്ല, എയർ ബബിൾസ് കുടുങ്ങാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് കവർ സ്ലിപ്പ് ഇങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം മെല്ലെ നീഡിലുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൻറ്റർ പൊസിഷനിൽ തന്നെ ആയിരിക്കണം സ്ലൈഡിൽ സെക്ഷൻ മൗണ്ട് ചെയ്യേണ്ടത്. ബബിൾസ് ഒന്നും ട്രാപ്പ് ചെയ്യാൻ പാടില്ല, തിന്നായിട്ടുള്ള സെക്ഷൻ ആയിരിക്കണം. ഇനി ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നമ്മുടെ സെക്ഷൻ വ്യൂ ചെയ്തതിന് ശേഷം എക്സാമിനറെ വിളിച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രിപ്പറേഷന് തന്നെ നിങ്ങൾക്ക് 2 മാർക്കോളം വരുന്നുണ്ട്. പിന്നെ ഇനി ചെയ്യേണ്ട കാര്യം ഇതേതാണ് സെക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഡൈക്കോട്ട് സ്റ്റെം ആണോ, ഇനി മോണോകോട്ട് റൂട്ട് ആണോ, മോണോകോട്ട് സ്റ്റെം ആണോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആൻസർ ഷീറ്റിലേക്ക് ദ ഗിവൺ മെറ്റീരിയൽ ഈസ് ഡൈക്കോട്ട് സ്റ്റെം എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്തുകൊണ്ട് നിങ്ങൾ ഡൈക്കോട്ട് സ്റ്റെം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, അതിനുള്ള റീസൺസും എഴുതണം. ഓക്കെ, അപ്പോൾ ഇന്ന റീസൺ കൊണ്ട്, ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ കോർട്ടെക്സ് ഈസ് ഹെട്രോജീനസ്, അതുകൊണ്ട് ദി ഗിവൺ മെറ്റീരിയൽ ഈസ് എ സ്റ്റെം. ഓക്കെ, അതൊരു റീസൺ. ഓക്കെ, അങ്ങനെ ഒരു റീസൺ അല്ല 2 റീസൺസ് എങ്കിലും എഴുതണം. ദെൻ വേറെ എന്തുകൊണ്ട് ഡൈക്കോട്ട് സ്റ്റെം, ഓക്കെ, അതിനുള്ള റീസൺസ് എഴുതിയതിന് ശേഷം നിങ്ങൾ ദ ഗിവൺ സ്പെസിമെൻ ഈസ് ഡൈക്കോട്ട് സ്റ്റെം എന്നുള്ളത് എഴുതുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏകദേശം 1.5 മാർക്കോളം ഉണ്ടാവും. ദെൻ ഡയഗ്രാം വരയ്ക്കണം, ഗ്രൗണ്ട് പ്ലാൻ ആണ് വരയ്ക്കേണ്ടത്, അത് ലേബൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് മോണോകോട്ട് റൂട്ട് ആയാലും മോണോകോട്ട് സ്റ്റെം ഗ്രാസ് ആയാലും സെയിം പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ അപ്പോൾ ഈ സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാൻ. അപ്പോൾ ആദ്യമായിട്ട് മൈക്രോസ്കോപ്പ് കാണുന്നവരായിരിക്കും. സോ മൈക്രോസ്കോപ്പിൽ നമ്മൾ ആദ്യം ഈ സെക്ഷൻ നമ്മുടെ സ്ലൈഡ് മൈക്രോസ്കോപ്പിലേക്ക് ഇതുപോലെ വെക്കുക. സ്റ്റേജിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പോർഷൻ പറയുന്നത്, സ്റ്റേജിലേക്ക് വെക്കുന്നു. ഇനി നമുക്കിവിടെ 2 ലെൻസ് നിങ്ങൾക്ക് കാണാം, ഒന്ന് ലോ പവറും ഒന്ന് ഹൈ പവറും. അപ്പോൾ ഈ ലോ പവറിലാണ് സാധാരണ നമ്മൾ അനാട്ടമി സെക്ഷൻസ് ഗ്രൗണ്ട് പ്ലാൻ കാണിക്കാറ്. ഓക്കെ, എക്സാമിനർ. അപ്പോൾ ലോ പവറിൽ വെച്ച് നോക്കുക. അവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം മൈക്രോസ്കോപ്പ് എടുത്ത് വെച്ച പാടെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ സ്റ്റേജിലേക്ക് ഇവിടേക്ക് ലൈറ്റ് വരണം, എന്നാലേ മെറ്റീരിയൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മിറർ, കോൺകേവ് മിറർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ഫോക്കസ് ചെയ്തതിന് ശേഷം ലെൻസ്, ഇനി ലെൻസാണ്, അതായത് ഈ ലോ പവർ ലെൻസ് 10x ഇതാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇവിടെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഐ പീസിലൂടെ നോക്കിയതിന് ശേഷം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് എക്സാമിനറെ വിളിച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അത്രയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2, ദാറ്റ് ഈസ് സ്പെസിമെൻ ബി, അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. ഓക്കെ, അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഏതാണെന്നാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ബാച്ചിനും ഓരോ മെറ്റീരിയൽ തരും. ഇപ്പോൾ എൻ്റെ മുമ്പിൽ 3 മെറ്റീരിയൽസ് ആണുള്ളത്. സോ ആദ്യം മേ ബി നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽ സ്റ്റെം ട്യൂബർ ഓഫ് പൊട്ടാറ്റോ. അപ്പോൾ നിങ്ങൾ എന്തെഴുതും, വെജിറ്റേറ്റീവ് നെയിം ഓഫ് ദ പ്രൊപ്പഗ്യൂൾ എന്നുള്ളതിന് എന്തെഴുതും, സ്റ്റെം ട്യൂബർ ഓഫ് പൊട്ടാറ്റോ. ദെൻ ബൾബ് ഓഫ് ഓണിയൻ, ഇനി റൈസോം ഓഫ് ജിഞ്ചർ. ഇങ്ങനെ 3 മെറ്റീരിയൽസ് ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിൽ. 3 ബാച്ചായിട്ടാണെങ്കിൽ 3 മെറ്റീരിയൽസ്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് റണ്ണർ ഓഫ് ഓക്സാലിസ് അല്ലെങ്കിൽ പിസ്റ്റിയ, വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്ന പിസ്റ്റിയ ഓഫ് സെറ്റ്, അതും വയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം മെയിനായിട്ട് നമ്മൾ ഈ 3 മെറ്റീരിയൽസാണ് നിങ്ങൾക്ക് മിക്കവാറും, കുറച്ച് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ മെറ്റീരിയൽസാണ് വരാൻ ചാൻസ്. പൊട്ടാറ്റോ, സ്റ്റെം ട്യൂബർ ഓഫ് പൊട്ടാറ്റോ, ദെൻ ബൾബ് ഓഫ് ഓണിയൻ, റൈസോം ഓഫ് ജിഞ്ചർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇമേജ് വരയ്ക്കണം, അതായത് ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കണം, വരച്ച് ലേബൽ ചെയ്യണം, അതിന് മാർക്കുണ്ട്. നെയിം ഓഫ് ദ പ്രൊപ്പഗ്യൂൾ അത് എഴുതുന്നതിന് മാർക്കുണ്ട്. ഓക്കെ, 2 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3rd ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് മെറ്റീരിയൽ സി. അപ്പോൾ ഇവിടെ നിങ്ങൾ ബയോടെക്നോളജിയിൽ നമ്മൾ BT കോട്ടൺ പഠിച്ചിട്ടുണ്ട്, ക്ലോണിംഗ് വെക്ടർ പഠിച്ചിട്ടുണ്ട്, ബയോ റിയാക്ടർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്.
സോ സിയിൽ ഇതേപോലെ എക്സാമിനർ നിങ്ങൾക്കൊരു ഇമേജ് കാണിച്ചു തരും, അതെന്താണ് മെറ്റീരിയൽ എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ദിസ് ഇസ് BT കോട്ടൺ. സോ നിങ്ങൾ എന്തെഴുതുന്നു, കണ്ടപാട് ഈ ഇമേജ് കണ്ടപാട് ദാറ്റ് ഇസ് BT കോട്ടൺ എന്ന് എഴുതുന്നു. അതിൻ്റെ റീസൺസ് എന്തുകൊണ്ട് നിങ്ങൾ BT കോട്ടൺ ആണ് ഐഡൻറ്റിഫൈ ചെയ്തു, BTൻ്റെ എക്സ്പാൻഷൻ എന്താണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, അതൊക്കെ അവിടെ എഴുതാവുന്നതാണ്. 2 റീസൺസ് എഴുതണം ഫോർ ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, ഇനി അതല്ലാതെ വേറൊരു ഇമേജ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് ദാറ്റ് ഇസ് ക്ലോണിംഗ് വെക്റ്റർ PBR 322ൻ്റെ ഈ ഇമേജാണ് കാണിക്കുക. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ക്ലോണിംഗ് വെക്റ്റർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളതിന് 2 റീസൺസ് എഴുതാം. ഓക്കെ, ഇനി വേറൊരു ഇമേജ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ബയോ റിയാക്ടർ. അപ്പോൾ ബയോ റിയാക്ടറിൻ്റെ യൂസ് എന്താണ്, എന്തിനു വേണ്ടിയാണ് അത് ബയോടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള 2 റീസൺസ് എഴുതിയാൽ നിങ്ങൾക്കിതിന് മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4 ദാറ്റ് ഇസ് സ്പെസിമെൻ D. ഓക്കെ, മെറ്റീരിയൽ D എന്ന് പറയുന്നത് ഫിസിയോളജി എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഓക്കെ, ഫിസിയോളജി എക്സ്പെരിമെൻറ്റ് ഇതുപോലെ എക്സാമിനർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഏതാണ് ആ എക്സ്പെരിമെൻ്റ് എന്ന്, ഇമേജ് വരയ്ക്കുക, ഡയഗ്രാം വരയ്ക്കണം, ലേബൽ ചെയ്യണം, അതിൻ്റെ എയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ് അത് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ദിസ് ഇസ് ഗാനോങ് സ്പോട്ടോമീറ്റർ. ഓക്കെ, ഗാനോങ് സ്പോട്ടോമീറ്റർ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. അപ്പോൾ ഇതിൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, ദിസ് ഇസ് യൂസ്ഡ് ടു മെഷർ ദ റേറ്റ് ഓഫ് ട്രാൻസ്പിരേഷൻ. ഓക്കെ, ട്രാൻസ്പിരേഷൻ്റെ റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. അപ്പം അത്ര എഴുതുക, എയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ് എഴുതുക, ഡയഗ്രാം വരയ്ക്കുക, ലേബൽ ചെയ്യുക. ഓക്കെ, ഇനി ഇത് ഫിസിയോളജിയിലെ മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണ്, ദിസ് ഇസ് തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, എന്തിനു വേണ്ടിയുള്ളതാണ്, ഓസ്മോസിസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ എയിം ഓഫ് ദ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ടു ഷോ ദ മെക്കാനിസം ഓഫ് ഓസ്മോസിസ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഏതാണ് എക്സ്പെരിമെൻ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കുക, ലേബൽ ചെയ്യുക. ലേബലിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ജസ്റ്റ് ബീക്കർ, തിസിൽ ഫണൽ അത്രയൊക്കെ ലേബൽ ചെയ്യേണ്ടുള്ളൂ. ഇവിടെ എന്താണ് പ്രോസസ്സ് നടക്കുന്നത്, എന്ത് സൊല്യൂഷനാണ് തിസിൽ ഫണലിൽ എടുത്തത്, ബീക്കറിൽ ഏത് സൊല്യൂഷനാണുള്ളത്, ഇത്രയും വരച്ച് ലേബൽ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇത് മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണ്, ഫിസിയോളജിയിൽ വരുന്ന ഹൈഡ്രില എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് ഷോ ദ എവല്യൂഷൻ ഓഫ് ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. അതായത് ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് ഓക്സിജൻ റിലീസ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഹൈഡ്രില എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കണം, വരച്ചതിന് ശേഷം ലേബൽ ചെയ്യുക. എന്തൊക്കെയാണുള്ളത്, ഒരു ഫണലുണ്ട്, ഇവിടെ ഒരു ടെസ്റ്റ് ട്യൂബ് കാണാം, ടെസ്റ്റ് ട്യൂബിലേക്കാണ് ഓക്സിജൻ ബബിൾസ് വരിക. അതേപോലെ ഹൈഡ്രില പ്ലാന്റ് ആണുള്ളത്, ബീക്കറിൽ വാട്ടറാണ്. അപ്പോൾ ഇത്രയും ലേബൽ ചെയ്ത് വെക്കുക. ഓക്കെ, ഫിസിയോളജിയിലെ മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ക്രൊമാറ്റോഗ്രഫിക് ജാർ ഉണ്ട്, അതിലേക്ക് ഡിപ്പ് ചെയ്തൊരു ക്രൊമാറ്റോഗ്രഫിക് പേപ്പറാണ് ഇവിടെ. ഈ എയിം ഓഫ് ദ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ടു ഡെമോൺസ്ട്രേറ്റ് ദി സെപ്പറേഷൻ ഓഫ് പിഗ്മെൻറ്റ്സ് ഇൻ ലീഫ്. ഓക്കെ, അപ്പോൾ ലീഫിലുള്ള പിഗ്മെൻറ്റ്സിൻ്റെ സെപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. അപ്പോൾ ഇതിൽ ഈ ക്രൊമാറ്റോഗ്രഫിക് ജാറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് പെട്രോളിയം ഈതറാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ 8th ക്വസ്റ്റ്യൻ വൈവ ക്വസ്റ്റ്യനിൽ ഫിസിയോളജിയിൽ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് വൈവ ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ അത് പഠിച്ചു വെക്കണം. ഇനി ഡയഗ്രാം വരയ്ക്കുക, അത് ലേബൽ ചെയ്യുക. ഇതിൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ലേബലിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 4 പിഗ്മെൻറ്റ്സും, അതായത് ക്ലോറോഫിൽ A, ക്ലോറോഫിൽ B, കെരോട്ടിൻ, സാന്തോഫിൽ, ഇങ്ങനെ 4 പിഗ്മെൻറ്റ്സും ക്ലിയർ ആയിട്ട് വരച്ച് ലേബൽ ചെയ്ത് വെക്കും. ഓക്കെ, ക്രൊമാറ്റോഗ്രഫീൻ്റെ പിക്ചർ വരയ്ക്കുമ്പോൾ, ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ലേബലിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ലോവർ പാർട്ടിൽ ലേബൽ ചെയ്യേണ്ടത് ക്ലോറോഫിൽ B. ഓക്കെ, ഒരു ബ്ലൂ ഗ്രീൻ കളറിൽ വരുന്ന ക്ലോറോഫിൽ B. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്നത് ക്ലോറോഫിൽ A, ഗ്രീൻ കളറിൽ. ദെൻ അതിൻ്റെ മുകളിലായിട്ട് വരുന്നത് സാന്തോഫിൽ ആയിരിക്കും, ദാറ്റ് ഈസ് യെല്ലോ കളേർഡ്. ദെൻ കെരോട്ടിൻ, ഓറഞ്ച് കളേർഡ്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് താഴേന്ന് മുകളിലേക്ക് നിങ്ങൾ ലേബൽ ചെയ്യേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ E ആണ്, ടാക്സോണമി. സോ നമുക്ക് 2 ഫാമിലീസ് ആണ് വരുന്നത്, ഒന്ന് സോളനേസിയെ, മറ്റൊന്ന് ഫാബേസിയെ. ഓക്കെ, അപ്പോൾ ഫാബേസിയെ ഫാമിലിയിൽ സാധാരണ കാണിക്കാറുള്ളത് പയറിൻ്റെ പൂവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം
പയറിൻ്റെ പൂവാണ് സാധാരണ ഫാബേസിയ ഫാമിലിയിൽ കാണിക്കാറ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പയറിൻ്റെ പൂ കണ്ടിട്ട് ഫാമിലി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഫാബേസിയ എന്നുള്ളത് അതിൻ്റെ ഫ്ലോറൽ ഫോർമുല അത് നിങ്ങൾ പഠിച്ച് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഫ്ലോറൽ ഫോർമുല തെറ്റിക്കാതെ എഴുതണം. ഫാബേസിയ ഫാമിലിയിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കൊറോള അറേഞ്ച്മെൻറ്റ്, അതായത് 1+2+2 എന്നുള്ള അറേഞ്ച്മെൻറ്റ്. ദെൻ സ്റ്റേമെൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് ദാറ്റ് ഈസ് 9+1 10 സ്റ്റേമെൻസ് ആണുള്ളത്, 9 ബണ്ടിൽസ് +1 എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് രണ്ടുമാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോറൽ ഫോർമുലയിൽ അത് കൃത്യമായിട്ട് വരണം. അത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് ഫ്ലോറൽ ഫോർമുല എഴുതി വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ദിസ് ഇസ് സൊളനേസിയ ഫാമിലിയിൽ വരുന്ന ഒരു മെമ്പറാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സൊളാനം ടോർവം, നമ്മൾ കുത്തിരിച്ചുണ്ട എന്നൊക്കെ പറയും. ഈ സൊളാനം ടോർവം നിങ്ങൾ ജസ്റ്റ് ഫാമിലി ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. കണ്ടിട്ട് സൊളനേസിയ എന്ന് പറഞ്ഞ് എഴുതുക. ഇതിൻ്റെ ഫ്ലോറൽ ഫോർമുല എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലോറൽ ഫോർമുലയിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാം 5 എന്നുള്ള രീതിയിൽ വരുന്ന കാലിക്സ് 5, കൊറോള 5, സ്റ്റേമൻസ് 5, ദെൻ എപ്പിപെറ്റാലസ് കണ്ടീഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഫ്ലോറൽ ഫോർമുല പഠിച്ച് വെച്ചിട്ട് നിങ്ങൾ സൊളനേസിയ ഫാമിലിയിൽ നിന്ന് എഴുതുക. അതിൻ്റെ ഫ്ലോറൽ ഫോർമുല തെറ്റാതെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സ്പെസിമെൻ എഫ്. സ്പെസിമെൻ എഫ് എന്ന് പറയുന്നത് എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ മെയിൻലി നമുക്ക് വരുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് കസ്ക്യൂട്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ദിസ് ഇസ് കസ്ക്യൂട്ട. ഇതിൻ്റെ എക്കോളജിക്കൽ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ നിങ്ങൾ എഴുതേണ്ടത് പാരസൈറ്റിസം. ഓക്കെ, പാരസൈറ്റിസം ആണ്. കസ്ക്യൂട്ട എന്ന് പറയുന്നത് ഒരു ടോട്ടൽ പാരസൈറ്റ് ആണ്. പാരസൈറ്റിസം എന്ന് പറയുന്ന റിലേഷൻ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു 2-3 സെൻറ്റൻസും കൂടി എഴുതിയാൽ അതിനുള്ള റീസൺസ് ആയി. ഓക്കെ, പാരസൈറ്റിസം നിങ്ങൾക്കറിയാം അതായത് പാരസൈറ്റിനാണ് ഇവിടെ ബെനിഫിറ്റ്. സോ ഹിയർ ദി പാരസൈറ്റ് പ്ലാന്റ് ഡസ് ബെനിഫിറ്റഡ്, ആ ഹോസ്റ്റ് ഓർഗാനിസം എന്ന് പറയുന്നത് എഫക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അത്ര എഴുതിയാൽ ആ ക്വസ്റ്റ്യനുള്ള ആൻസറായി. ദെൻ ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ദിസ് ഇസ് ലൈക്കൻ. ഓക്കെ, ലൈക്കൻ നിങ്ങൾ റെക്കോർഡിൽ വരച്ചിട്ടുണ്ടാവും, കാണുന്നുണ്ടാവും. ഇത് അസ്നിയ ആണ്, റെക്കോർഡിൽ വരച്ചതാണ് എല്ലാവരും. ഓക്കെ, അസ്നിയ എന്ന് പറയുന്ന ഒരു ലൈക്കനാണിത്. അപ്പോൾ എന്താണ് ലൈക്കൻ എന്നുള്ളത് കൂടി നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ലൈക്കൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ആൻ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സിംബയോട്ടിക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഫംജൈ ആൻഡ് ആൽഗെ. അപ്പോൾ ഇവിടെ ഫംഗൽ കമ്പോണൻറ്റിന് നമ്മൾ പറയുന്നത് മൈക്കോബയോണ്ട് എന്നും ആൽഗൽ കമ്പോണൻറ്റിന് നമ്മൾ പറയുന്നത് ഫൈക്കോബയോണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതിയാൽ ആ ക്വസ്റ്റ്യനുള്ള ആ ഒരു പാർട്ടിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വാൻഡ. ഓക്കെ, ഇതിവിടെ കാണുന്നുണ്ടാവും നിങ്ങൾ. വാൻഡ എന്ന് പറയുന്നത് മരവാഴ എന്ന് നമ്മൾ പറയും സാധാരണ. ഓക്കെ, മരവാഴ. അപ്പോൾ ഇതൊരു എപ്പിഫൈറ്റ് ആണ്. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലാന്റിൽ അറ്റാച്ച് ചെയ്ത് ഗ്രോ ചെയ്യുന്ന മറ്റൊരു പ്ലാന്റിനെ നമുക്ക് എപ്പിഫൈറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമൻസാലിസം. സോ ഇവിടെ ആർക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നത്? ഈ വാൻഡയാണ് ബെനിഫിറ്റഡ്. അത് വളരുന്ന പ്ലാന്റിനോ ട്രീക്കാണെങ്കിൽ ദാറ്റ് ഈസ് ന്യൂട്രൽ ഇഫക്റ്റ്, ഹാവിങ് ന്യൂട്രൽ ഇഫക്റ്റ്. അതായത് അതിനൊരു 0 ഇഫക്റ്റ് ആണ്. അതായത് അതിന് യൂസ്ഫുള്ളും അല്ല, അതിന് ഹാംഫുള്ളും അല്ല. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷനാണ് നമ്മൾ കമൻസാലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 മെറ്റീരിയൽസ് ആണ് ഇതിൽ വരാനുള്ള ചാൻസ്. ഇനി അതല്ലാതെ നമ്മുടെ ലൊറാന്തസ് വെക്കാറുണ്ട്. ലൊറാന്തസ് എന്ന് പറയുന്നത് ഇത്തിൾക്കണ്ണി. ഓക്കെ, ഇത്തിൾക്കണ്ണി വെക്കാറുണ്ട്. നിങ്ങൾക്കറിയാം അതിൻ്റെ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ എന്താണ്? പാരസൈറ്റിസം. ഓക്കെ, ഒരു പാരസൈറ്റിക് റിലേഷൻഷിപ്പാണ്. അപ്പോൾ അവിടെ പാരസൈറ്റ് എന്ന് പറയുന്നത് എഫക്റ്റഡ് ആണ്. ഹോസ്റ്റ് ഓർഗാനിസം പാരസൈറ്റ് ഇറ്റ് ഈസ് ബെനിഫിറ്റഡ് ഫോർ പാരസൈറ്റ്, ഹോസ്റ്റ് ഓർഗാനിസം ആണ് എഫക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത്ര എഴുതിയാൽ ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മെറ്റീരിയൽ ജി. മെറ്റീരിയൽ ജി എന്ന് പറയുന്നത് ആന്തർസിയസ് ആണ്. അപ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ ആന്തർസിയസ് സെക്ഷൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് ആന്തർസിയസ് എന്ന് പറയുന്നത് പെർമനൻറ്റ് സ്ലൈഡാണ്. അതായത് നിങ്ങൾക്ക്
നേരത്തെ എക്സാമിനർ സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ ഫോക്കസ് ചെയ്ത് വെക്കും. നിങ്ങൾ അവിടെ പോവുക, ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക അത് ആൻസർ CS ആണെന്ന് ആൻസർ ഷീറ്റിൽ എഴുതുക, ശേഷം ഡയഗ്രാം വരച്ച് ലേബിൾ ചെയ്യുക. ഇത്രയും ആ ക്വസ്റ്റ്യനിൽ വരുന്നുള്ളൂ. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. പക്ഷേ മുൻ വർഷങ്ങളിലെല്ലാം നമ്മൾ സെക്ഷൻ എടുത്തിരുന്നു ആൻസർ CS. അപ്പോൾ ആൻസർ CS സാധാരണ നമ്മൾ ചെയ്യാറ് ഡെറ്റുറ ഫ്ലവറിൻ്റെ ആൻസർ എടുക്കാറുണ്ട്, സെക്ഷൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇക്സോറ ബഡ് ഇതിലൊക്കെയാണ് സാധാരണ ചെയ്യാറ്. ഓക്കെ, അപ്പം തിൻ സെക്ഷൻസ് നമുക്കറിയാം ബട്ടർഫ്ലൈ ഷേപ്പിലാണ് ആൻസർ CS ഉള്ളത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആൻസർ CS. അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ആൻസർ CSനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഡയഗ്രാം വരയ്ക്കണം. അതുപോലെ ഒരു എക്സ്പാൻഡഡ് ഡയഗ്രാം ഉണ്ട്, സെല്ലുലാർ ഡയഗ്രാം, അതും വരയ്ക്കുക. ഇനി ലേബലിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആൻസറിൻ്റെ വോൾ ലെയേഴ്സ് എല്ലാം ലേബലിങ്ങിൽ വരണം. ഓക്കെ, വോൾ ലെയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ്. എപ്പിഡെർമിസിന് ശേഷം വരുന്നത് എൻഡോത്തീഷ്യം, ദെൻ മിഡിൽ ലെയർ, അതിൻ്റെ ഏറ്റവും ഉള്ളിൽ വരുന്ന ലെയറാണ് ടപ്പീറ്റം എന്ന് പറയുന്നത്. ഇനി എക്സ്പാൻഡഡ് പോർഷൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മൈക്രോസ്പോർ മദർ സെല്ലും കൂടി അവിടെ കാണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ലേബലിങ്ങിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 8. അത് നിങ്ങൾക്ക് വൈവ ക്വസ്റ്റ്യൻ ആണ്. അതായത് എക്സാമിനർ നിങ്ങളോട് ഫിസിയോളജി എക്സ്പെരിമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഫിസിയോളജി എക്സ്പെരിമെൻറ്റിൽ മെയിനായിട്ട് 6 എക്സ്പെരിമെൻ്റ് ആണ് വരുന്നത്. തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ്, ഗാനോങ് സ്പോട്ടോമീറ്റർ, ഇംബൈബിഷൻ, പേപ്പർ ക്രൊമാറ്റോഗ്രഫി, ഹൈഡ്രില എക്സ്പെരിമെൻറ്റ്, ദെൻ പ്ലാസ്മോലൈസിസ് ഇൻ ഒണിയൻ പീ. അപ്പോൾ ഇത്രയും എക്സ്പെരിമെൻറ്റ് നിങ്ങൾ റെക്കോർഡിൽ എഴുതിയ ഇത്രയും എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വൈവയ്ക്ക് ചോദിക്കാറ്. ഇതിന് 1 മാർക്ക് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് റെക്കോർഡിൽ എഴുതിയത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആ റെക്കോർഡിൽ എഴുതിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡിന് വരുന്നത് 3 മാർക്കാണ്. ഓക്കെ, 3 മാർക്കിൻ്റെതാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ട് വരച്ചവർക്ക് 3 മാർക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോട്ടണി പ്രാക്ടിക്കൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1.5 hour ആണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. വളരെ 1 മണിക്കൂർ കൊണ്ട് തന്നെ ചെയ്ത് തീരും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.